വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോം തിയേറ്ററിൻ്റെ റിവ്യൂവും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, അധികം സമയം കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളെ ഹോം തിയേറ്റർ. ഇംപെക്സ് 5.1 ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു മാരക ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതിലൂടെ 5 സ്പീക്കേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സബ്ബും. അപ്പോൾ ഇതാണ് നമ്മളെ സബ് വൂഫർ. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, അതായത് സബ് വൂഫറാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇംപെക്സ് ഓപ്പറ എന്ന് എഴുതി കാണാൻ പറ്റും. നമ്മളെ കമ്പനീൻ്റെ പേരാണ്. അതുപോലെ നല്ലൊരു അടിപൊളി LED ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് സൗണ്ട് കുറക്കേണ്ടയും അതുപോലെ സൗണ്ട് കൂട്ടേണ്ടയും അങ്ങനെ കുറച്ച് സ്വിച്ചുകളാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ എയർ ഹോളാണ് ഈ കാണുന്നത്, അതായത് നമ്മുടെ സബിൻ്റെ എയറിൻ്റെ ഹോളാണ്. പിന്നെ ഇതിനുള്ളിൽ ഗ്രില്ല് കാണാൻ പറ്റും, അത് ഇതിനുള്ളിലേക്ക് പ്രാണികളൊക്കെ കടന്നു പോയി അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ടാണ് ഈ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ കാണാൻ പറ്റും SD കാർഡിനൊരു സ്റ്റോക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നൊരു USB സംഭവം കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലേക്ക് വന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു FM-ൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ആൻറ്റിന കണക്ട് ചെയ്യാനുള്ളൊരു ഭാഗം. പിന്നെ നമ്മളെ കുറച്ച് ബോക്സ് ഇൻപുട്ട് കൊടുക്കേണ്ട ഒരു ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കണക്ടറാണ് ഇവിടെ കൊടുത്തിട്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ഈ 5 സ്പീക്കേഴ്സ് കണക്ട് ചെയ്യേണ്ടതാണ്. CN അങ്ങനത്തെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളോട് പവർ കേബിൾ കൊടുത്തിട്ടുണ്ട്, AC ഇൻപുട്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് ബാക്കിലേക്കുള്ള കാര്യങ്ങൾ. അത്രയൊക്കെയുള്ളൂ നമ്മളെ സബ് വൂഫറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു സ്പീക്കർ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്പീക്കർ വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു കാണാൻ പറ്റും, ചുമരിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം. പിന്നെ ഇതൊക്കെ ഞാൻ എന്താ പറയുക അടച്ചതാണ്, അതായത് ബോൾട്ട് നമ്മളെ സ്ക്രൂടുന്ന ഭാഗം അടച്ചതാണ്, പ്രാണികളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ ബാക്ക്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് റിമോട്ട്. അപ്പോൾ റിമോട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. FL, FL+, FL-, FL+, അങ്ങനെ കുറേ കാണാൻ പറ്റും. FL പറഞ്ഞാൽ ഫ്രണ്ട് ലെഫ്റ്റ് സ്പീക്കറാണ്, അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യേണ്ടതാണ്. അതുപോലെ FR ഫ്രണ്ട് റൈറ്റ്, നമ്മളെ SL സറൗണ്ട് ലെഫ്റ്റ്, SR സറൗണ്ട് റൈറ്റ്. പിന്നെ ഇത് നമ്മളെ സബിൻ്റെ ആണ് തോന്നുന്നു. ഇത് CN നമ്മളെ സെൻറ്റർ സ്പീക്കറാണ്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. വോളിയം അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ബ്ലൂടൂത്ത്, FM അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് റിമോട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരത്തെ ഇതിനൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ അതായത് നല്ല ക്വാളിറ്റിയിലൊരു സംഭവം തന്നെയാണ്. ജസ്റ്റ് നമുക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സൗണ്ടാണ്. അതായത് നമ്മുടെ സബ്ബൊക്കെ നല്ല അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇംപെക്സ് നല്ല കമ്പനിയാണ്. 3 വർഷമൊക്കെ പറയുമ്പോൾ കുറേ ആയി. ഏകദേശം ഒരു 2000 സംതിങ്ങിനാണ് ഞാനിത് വാങ്ങിയത്. ഇലക്ട്രോണിക്സ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഒരു സ്പീക്കറും കാര്യങ്ങളാണിത്. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മളെ സബ് വൂഫർ. ഇതവർ സേഫ്റ്റിക്ക് വേണ്ടൊരു എന്താ പറയുക ഗ്രില്ല് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സബ് വൂഫർ. 4 ഇഞ്ചാണ് തോന്നുന്നു. അപ്പോൾ നല്ല കട്ടിയിലൊരു കോയിലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സബ് വൂഫർ. ഇതിങ്ങ് കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ പ്രാണികളുടെ പരിപാടിയാണ്. സ്പീക്കറിൻ്റെ കോയിലേക്ക് ഇങ്ങനെ കറണ്ട് കളയുക, കണ്ടില്ലേ. സ്പീക്കർ വർക്കിംഗ് ആണ്, കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ സ്പീക്കറിൻ്റെ നമ്മളെ ഇതാണ്, ഇത് കണക്ടറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് നമ്മളെ TVയിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. നമ്മളെ ഓഡിയോൻ്റെ ഇതാണ് TVയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മളെ സ്പീക്കറിൻ്റെ പിന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഈ സ്പീക്കറുകൾ 4 കോർണറിലായിട്ടാണ് വരുന്നത്. അതിൽ മൂലകളിലായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. അതായത് പിന്നെ ഈ ബാക്കി വരുന്ന ഒന്നിക്ക് TVയുടെ സെൻറ്ററിൽ, അതായത് നമുക്ക് നിലത്ത് വെക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് തികയത്തില്ല. ഒരു 15 മീറ്റർ വയർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് ആവശ്യം വരും തോന്നുന്നില്ല.
പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ക്ലിപ്പ് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ക്ലിപ്പ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് ഇതിൻ്റെ ഇത് ഊരി കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ക്ലിപ്പ്. അതായത് നമുക്ക് ഈ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ്. നമ്മൾ ആ പിന്ന് ജസ്റ്റ് നമുക്ക് ഊരി കാണിക്കാം. ഇതിലേക്ക് നമ്മളെ വയർ കണക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതും ഈ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ട ഇതാണ്, കണ്ടില്ലേ? അപ്പോൾ അത്രയൊക്കെയാണ് ഈ പിന്ന്. കുറേ ഉണ്ട്, ഏകദേശം ഒരു 6 പിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സ്പീക്കർ സെറ്റ് ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു കോർണറിലും, അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു കോർണറിലും, പിന്നെ ഒന്ന് ഈ ഒരു കോർണറിലും, അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു കോർണറിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ 15 മീറ്ററോളം നീളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി സ്പീക്കറിലേക്ക് കൊടുക്കുന്ന വയറിൻ്റെ നീളം അത് കുറക്കാൻ നോക്കുക. ഓവർ നീളം കൂട്ടരുത്, അത് നമ്മുടെ ഓഡിയോ പ്രശ്നം വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ പിന്ന് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ സ്പീക്കറിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോർട്ടായി കഴിഞ്ഞാൽ, അതായത് നമ്മളെ നേരെ ഷോർട്ട് ചെയ്ത് നമ്മളെ ഈ ബോഡിയിലേക്ക്, ഇതിൻ്റെ ഉള്ളിലെ ബോഡിയിലേക്കാണ് നമ്മൾ കംപ്ലൈൻറ്റ് വരുന്നത് ഷോർട്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വയറൊക്കെ നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. മച്ചന്മാരെ, നമ്മളെ സ്പീക്കർ നമ്മൾ ആണി അടിച്ച് സെറ്റ് ചെയ്യുന്നില്ല. കാരണം ആണി അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുമര് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഡ്രില്ല് ഉപയോഗിക്കുക. അപ്പോൾ ഡ്രിൽ മെഷീൻ ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഫോം ഷീറ്റ് വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അതായത് ജസ്റ്റ് ഇത് മാറി വെച്ചിട്ട് ഇതിലൊട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചുമരിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വരെ കണ്ടില്ലേ? ഇവിടെ പ്ലസ് കിക്ക് നമുക്ക് കൊടുക്കുക, ചുമരിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ സ്പീക്കറും നമ്മൾ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാം. ചുമരെ ഇതേ ഒരു സ്പീക്കർ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വയറാണ്, ഇതെല്ലാം വരുന്നതാണ്, കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് എക്സ്റ്റേണൽ വയർ കൊടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാ സ്പീക്കറും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വയറിൻ്റെ കണക്ഷനിലേക്ക് പോവാം. മച്ചന്മാരെ, രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒന്ന് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് നമുക്കിത് അവിടെ ഒന്നും, അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കണക്ഷൻസ് എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളെ പിന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 4 പിന്നേ ആവശ്യമുള്ളൂ. 2 പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പിന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഈ പിന്നിലേക്ക് കണക്ഷൻ കൊടുക്കാം. ജസ്റ്റ് ദൂര നമ്മൾ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ വയർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ സ്ക്രൂ യൂസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു വയർ ഇവിടേക്ക് വെച്ചിട്ട് നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ വയറിൻ്റെ കണക്ഷൻ. ഈ വയർ എടുക്കുക, ജസ്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഒന്നിക്ക് ഇവിടെ വെച്ച് സോൾഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ വയറും കണക്ഷൻ കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇത് കുറേ ടൈമിലൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഇതും കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്ര വയറാണ് നമുക്ക് ഒരു സ്പീക്കറിന് ആവശ്യം വരുന്നത്. അപ്പോൾ എല്ലാ സ്പീക്കറിനെയും ഇതുപോലെ ആക്കി നമുക്ക് വയർ ഇതേമാതിരി ആക്കി കാണാം. ഇതേമാതിരി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കുറച്ച് നീളം കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പിന്ന്, അതായത് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വരുന്നൊരു പിന്ന് നമ്മൾ മുകളിൽ വെച്ച് ഇതിലേക്ക് സ്പീക്കറാണ്, കണ്ടില്ലേ? ഇതിൻ്റെ വയറാണിത്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് കാണാം.
ഫൈനലി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ ഒന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഇവിടെ ഉണ്ട്, ഇതേ ഒന്ന് അവിടെ ഉണ്ട്, ഇതേ ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വയറ് നിങ്ങൾ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഇതിൽ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. കണ്ടില്ലേ, ഇതേ കൂടി ഇവിടെയാണ് നമ്മൾ ജോയിൻ്റ് കൊടുത്ത് കാണാൻ പറ്റും. ഊഫർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെ എല്ലാത്തിൻ്റെ ബാക്കിലാക്കാൻ ഫുൾ കണക്ഷൻ വരുന്നത് എനിക്ക് കാണാൻ പറ്റും. വയറ് എനിക്ക് കാണാൻ പറ്റും. അതെ ഇത് വഴിയാണ് ഇറങ്ങി വരുന്നത്. പിന്നെ ഇതാണ് നമ്മളെ സെൻട്രൽ സ്പീക്കർ. ഇത് നമ്മളിവിടെ ഇവിടെയാണ് വെച്ചില്ലേ. ഈ സ്പീക്കറിന് ചെറിയൊരു പണി കിട്ടി നമുക്ക്, കാരണം വയറിന് കുറച്ച് ലെങ്ത്ത് കൂടി പോയി. അപ്പോൾ അതുകൊണ്ട് ഓഡിയോക്ക് ചെറിയ പ്രശ്നം വന്നു, അതിലങ്ങോട്ട് സൗണ്ട് വരാതെ വന്നു. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ പണി തന്നെ ഉണ്ടായി. ഒരു വിധത്തിൽ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇതേ കാണാൻ പറ്റും, വയർ ക്രോസിലാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അതില്ലെങ്കിൽ നേരെ ഇതിൻ്റെ ഇടയിലേ കൂടി നേരെ താഴോട്ടാണ്ടേ. അപ്പോൾ നമുക്ക് കുറേ വയർ നഷ്ടം വരും. ഇപ്പോൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട് വെക്കാം. നമുക്ക് പാട്ട് വെക്കാം. അപ്പോൾ ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ പാട്ട് വെക്കുന്നത്. ജസ്റ്റ് നമുക്ക് പാട്ട് പ്ലേ ചെയ്ത് വെക്കാം. ഇത് പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റ് ആണ് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര സൗണ്ടാണ് കേട്ടോ. നമ്മൾ സബ്ബൊക്കെ ഭയങ്കര അടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണ്. ഇപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതായത് തിയേറ്ററിൻ്റെ എഫക്റ്റ് നമുക്കിവിടെ ലഭിക്കും. നമുക്ക് ടി വി ഒക്കെ സിനിമയൊക്കെ കാണണമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഹോം തിയേറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും